ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. കേസെടുത്തിരിക്കുന്നു മക്കളെ. ഇതാ നമ്മുടെ നമോ ടിവിയിലെ ആ വിദ്വേഷം പരത്തിയ വാർത്താ അവതാരകർക്കെതിരെ IT വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഒരുപാട് ആളുകളാണ് പരാതികൾ പല സ്റ്റേഷനുകളിലായി നൽകിയത്. ഒരുപാട് പേർ. അങ്ങനെ വയനാട്ടിലും അതുപോലെ തന്നെ പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തുമൊക്കെ ഒരുപാട് പരാതികൾ ആ വാർത്താ അവതാരകർക്കെതിരെയും നമോ ടിവിയിലെ അധികൃതർക്കെതിരെയും വന്നിട്ടുണ്ട്. പക്ഷേ ഈ പരാതികളിലൊന്നും ഇന്നലെ ഒരു തീർപ്പുണ്ടാവാത്തത് നമ്മളെയൊക്കെ ഇത്തിരി വിഷമപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് കേരള പോലീസ് ആ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ്. അതെ, ഇത് കൊച്ചു കേരളമാണ്. ഇവിടെ മതനിരപേക്ഷതയ്ക്കാണ് പ്രാധാന്യമുള്ളത്, മതേതരത്വത്തിനാണ് പ്രാധാന്യമുള്ളത്. ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവരും ഒന്നിച്ചു നിൽക്കുന്നതിനാണ് ഇവിടെ പ്രാധാന്യമുള്ളത്. അവരെ തെറ്റിക്കുന്ന, അവർക്കിടയിൽ ഭിന്നത കൊണ്ടുവരുന്ന വാക്കുകൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ ഇവിടെ ഒരു വിലയുമില്ല. കടക്ക് പുറത്ത് എന്ന് തന്നെയാണ് ഞങ്ങൾക്കും ഇവിടുത്തെ സർക്കാരിനും പോലീസിനും പറയാനുള്ളത്. പത്തനംതിട്ട പോലീസ് കേസെടുത്തിരിക്കുന്നത് IT വകുപ്പ് പ്രകാരമാണ്. ഉടൻ തന്നെ അവതാരക അറസ്റ്റിലായേക്കുമെന്നുള്ള സൂചനകളാണ് പബ്ലിക് കേരളയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. പബ്ലിക് കേരളയുടെ ന്യൂസ് ടീം പത്തനംതിട്ട പോലീസുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഈ വിവരം പബ്ലിക് കേരളയ്ക്ക് ലഭിച്ചത്. എന്തായാലും നമോ ടിവിക്ക് നമുക്ക് എല്ലാവരുടെയും പ്രയത്നത്തിലൂടെ ഒരു ചെറിയ പണി കൊടുക്കാൻ വേണ്ടി സാധിച്ചു. ഇതുപോലെ സംഘി മാധ്യമങ്ങളുടെ പേരിൽ നമ്മുടെ നാട്ടിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് സംഘി ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ IT സെല്ലിന്റെ നിർദ്ദേശങ്ങൾ മാനിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ഓൺലൈൻ മാധ്യമങ്ങളെ നിലക്ക് നിർത്തേണ്ടത് കേരളീയരായ നമ്മുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ വർഗീയ കലാപം തന്നെ ഇവിടെ നടക്കും. ഉദാഹരണത്തിന് ഡൽഹിയിൽ ഇന്ന് ഒരു തബ്ലീഗ് പ്രവർത്തകൻ കൊല്ലപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ഡൽഹിയിലെയും ദേശീയ തലത്തിലെയും സംഘപരിവാർ മാധ്യമങ്ങളുടെ ഉണബോംബുകൾ തന്നെയാണ്. തബ്ലീഗുകാർ കൊറോണ പടർത്തുമെന്നുള്ള വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണം തന്നെയാണ് ഒരാൾ കൊല്ലപ്പെടാൻ ഡൽഹിയിൽ കാരണമായത്. അതിനാൽ തന്നെ ഇത്തരത്തിൽ വർഗീയ വിദ്വേഷം പരത്തുന്ന ചാനലുകൾക്കെതിരെ കൃത്യമായ നടപടിയെടുക്കാൻ കേരള സർക്കാരും കേരള പോലീസും മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. കേസെടുക്കുക എന്നുള്ളത് അവരെ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല, ഇതുപോലെയുള്ള വാക്കുകൾ ഇനി ആവർത്തിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. എന്തായാലും നമോ ടിവിയിലെ അവതാരകർക്ക് ഒരു മുട്ടൻ പണി കിട്ടിയതിൽ നമുക്ക് തൽക്കാലം ഒന്ന് സന്തോഷിക്കാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.